അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضل له വമൻ യുض്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏവർക്കും ഹൃദ്യമായ ഈദുൽ അദ്ഹ ആശംസകൾ നേരുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹജീവികളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളുടെയും കാതൽ. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ, അതിൻ്റെ വിശകലനങ്ങൾ നമ്മെ ഏറെ പിടിച്ച് കുലുക്കുന്നതാണ്. കുവൈത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ കഥകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവരുടെ കുടുംബങ്ങൾക്ക് സമാശ്വാസം നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇപ്പോഴും പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് സമാധാനവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വാർത്തകളിൽ നിറയുമ്പോൾ മാത്രം ലോകം ഓർക്കുന്ന ഫലസ്തീനിലെ പീഡിത ജനതയെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നാം മറന്നുകൂടാ. അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യവും ഐശ്വര്യവും പ്രയാസങ്ങളിൽ നിന്ന് ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാർത്താ ചാനലുകൾ കടന്നു ചെല്ലാത്ത എത്രയോ ഇരുണ്ട ഇടങ്ങളിൽ ഈ സമയത്ത് പോലും ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന എത്രയോ പിഞ്ചു ബാല്യങ്ങൾ ആ രാജ്യങ്ങളിൽ ഉണ്ട്. റഹ്മാനായ റബ്ബ് അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ഉന്മൂലനം ചെയ്യുന്ന അക്രമികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. വിശ്വാസികളെ, കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ട ഒരു സഹോദരൻ്റെ ചില കാര്യങ്ങൾ പിന്നീട് പത്രങ്ങളിൽ വന്നത് സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. പുക ഉയരുന്നത് കണ്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ സുഹൃത്തുക്കൾ റൂമിലുണ്ട് എന്ന് മനസ്സിലാക്കി
മറ്റു കൂട്ടുകാരെ രക്ഷിക്കുവാൻ വേണ്ടി തിരിച്ച് അകത്തു കയറിയതാണ്. പലരെയും രക്ഷപ്പെടുത്തി ശേഷം വഴിയറിയാതെ അഗ്നിക്ക് ഇരയാകുകയായിരുന്നു എന്ന് ആ സഹോദരനെക്കുറിച്ച് പത്രങ്ങളിൽ നാം വായിച്ചു. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ ഉണ്ട്. ഈ സഹോദരൻ ചെയ്ത ത്യാഗത്തിന് ആരാണ് പ്രതിഫലം നൽകുക? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നരകയാതന അനുഭവിക്കുന്ന നിരപരാധികൾക്ക് ആരാണ് നീതി നൽകുക? നിരപരാധികളായ ആളുകളെ വേട്ടയാടുന്ന അക്രമികൾക്ക് ആരാണ് ശിക്ഷ നൽകുക? ഈ ചോദ്യങ്ങൾ പലപ്പോഴും മനുഷ്യകുലത്തിന് മുമ്പിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കാറുണ്ട്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് അവർ ഉയർത്തിപ്പിടിച്ച ആ തക്ബീറിൻ്റെ മഹത്വം തന്നെ മതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മനസ്സറിഞ്ഞ് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളെക്കാളും അവൻ്റെ എല്ലാ സുരക്ഷയെക്കാളും അവന് സുരക്ഷിതത്വവും നിർഭയത്വവും പ്രതിഫലവും നൽകുന്ന ഒരു നാഥനുണ്ട്. അവൻ സംരക്ഷിക്കും എന്ന സുരക്ഷിതത്വ ബോധമാണ്. റഹ്മാനായ റബ്ബ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മരണമടയും. അതിന് പല നിമിത്തങ്ങളുണ്ടാകും എന്ന് മാത്രം. പക്ഷേ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അവരുടെ കർമ്മഫലങ്ങൾ സമ്പൂർണമായി ആസ്വദിക്കുവാനുള്ള ഒരു ലോകം ഖിയാമത്തു നാളാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തത്, ഫഖദ് ഫാസ്, അവനാണ് ഉന്നത വിജയം നേടിയവൻ, അവനാണ് യഥാർത്ഥ വിജയി. മനുഷ്യരെ, നിങ്ങൾ തിരിച്ചറിയൂ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്നവ മാത്രമാണ്. ഇവിടെ വഞ്ചന എന്നുപയോഗിച്ചത് ഇഹലോകത്തിന് മാത്രം വേണ്ടി ജീവിക്കുമ്പോൾ ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും. എന്നാൽ ഇഹലോകവും പരലോകവും, ദുനിയാവിൽ എനിക്ക് ഇഹലോകത്തിൽ നിന്ന് നാളെ പരലോകത്തേക്കുള്ള രക്ഷയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇഹലോകത്തിൽ ജീവിക്കുന്നവർക്ക് നാളെയുടെ രക്ഷയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധികൾക്കൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ദിനത്തെ നമുക്ക് കാത്തിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരലോകബോധം മനസ്സിൽ ഉറച്ചു കിട്ടിയാൽ ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഏതൊരു വിശ്വാസിക്കും സാധ്യമാകും. ഇത് കേവലം ഒരു അവകാശവാദമല്ല, ഇത് വെറും വർത്തമാനമല്ല, ചരിത്രത്തിൽ പുലർന്നു കണ്ട പച്ചയായ യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ലോകം മുഴുവൻ, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഓർക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറച്ച പരലോക ബോധത്തിലൂടെ പ്രതിസന്ധികളെ തരണം ചെയ്തത് അതിന് ഉത്തമ ഉദാഹരണമായിക്കൊണ്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പരലോകബോധമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ പ്രേരിപ്പിച്ചത്. സ്വന്തം പിതാവ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് എറിഞ്ഞോടിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറിയിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് ചോദിച്ചിട്ടില്ല. പുഞ്ചിരിയോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ പിതാവിന് സമാധാനം നേർന്നുകൊണ്ട് താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വീട് വിട്ട് ഇറങ്ങുന്നത്.
നാട്ടുകാരും രാജാവും അഗ്നികുണ്ഡമാണ് ഒരുക്കിയത്. അഗ്നികുണ്ഡം ഒരുക്കി അതിലേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ആ പ്രവാചകൻ തന്നെ കെട്ടിയിട്ട ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നിർഭയമായി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് ശരിയായ ഒരു സുന്ദരമായ ഒരു അവസ്ഥ നൽകുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും തന്നെ ആ വിശ്വാസത്തെ, പവിത്രമായ വിശ്വാസത്തെ തൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ, രാജാവിന് മുമ്പിൽ അടിയറ വെക്കാതെയാണ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമുക്ക് കാണുവാൻ പറ്റും. മക്കയുടെ ആ മണലാരണ്യത്തിൽ ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും തനിച്ചാക്കി മടങ്ങാൻ കൽപ്പിച്ചപ്പോൾ തൻ്റെ കുടുംബത്തെ ആ ഭൂമിയിൽ ഉപേക്ഷിക്കുമ്പോൾ യാതൊരു പതർച്ചയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനയാണ്, അതെനിക്ക് തിരസ്കരിച്ചുകൂടാ. എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീർ, എൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു മനുഷ്യനെന്ന നിലക്കുള്ള ഓർമ്മകൾ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മറപ്പിച്ചുകൂടാ എന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സിനെ കരുത്തു നൽകിക്കൊണ്ട് തിരിച്ചു നടക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. തൻ്റെ ജീവിതാവസാന കാലഘട്ടത്തിലാണ് പ്രാർത്ഥനയുടെ ഫലമായി ഒരു പിഞ്ചോമന മകനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലഭിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണ സമ്മതത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി തൻ്റെ മകൻ്റെ കയ്യും പിടിച്ച് ആ മലഞ്ചെരിവിലേക്ക് നടന്നു പോകുന്ന ചിത്രം നമ്മുടെ മനസ്സുകളിൽ ഉണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രത്യേകത? ആ പ്രവാചകൻ താൻ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മത്തിനും, താൻ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾക്കും പ്രതിഫലം ലഭിക്കുന്ന നാളെയുടെ ലോകത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യവും ബോധവുമുള്ള ഒരു പ്രവാചകനായിരുന്നു. തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ഇഹലോകം എന്നുള്ളത് നൈമിഷികമാണ്, കേവലമാണ്. മരണാനന്തരമുള്ള ജീവിതമാണ് തനിക്ക് ഏറ്റവും സുന്ദരമായി തൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ ലഭിക്കാനുള്ളത് എന്ന ഉത്തമ ബോധ്യമായിരുന്നു. വഇദ് ഖാല റബ്ബുഹു അസ്ലിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറയുന്നുണ്ട്, അസ്ലിം, നീ സമ്പൂർണമായി എൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. അസ്ലിം, നമ്മളോടും ആ കൽപ്പനയാണ്. വിശ്വാസികളെ, നമ്മളോടും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു പറഞ്ഞ അതേ കൽപ്പന, അസ്ലിം, സമ്പൂർണനാവുക, പൂർണ്ണമായി കീഴൊതുങ്ങുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി ഉണ്ട്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവേ, നിനക്ക് സമ്പൂർണമായി ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മറുപടി. അതെ, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈമാനും ഇച്ഛാശക്തിയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. നാം ഉറക്കെ പറഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ആ വാക്ക്, അല്ലാഹുവേ നിനക്ക് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു, സമ്പൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന മനസ്സുകൊണ്ടുള്ള ഉറച്ച തീരുമാനത്തിന്റെ ദിനമാണ് ഇന്ന് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോംപ്രമൈസിന്റെ കാലഘട്ടമാണ്, എന്തിനോടും രാജിയാകുന്ന കാലഘട്ടമാണ്. നോക്കൂ നിങ്ങൾ, മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കൂട്ടത്തിൽ ചേരാത്തവനായി സമൂഹം ചിത്രീകരിക്കുന്നു. തൻ്റെ വിശ്വാസം അനുസരിച്ച് സമ്പൂർണനായൊരു മുഅ്മിനാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ കൂട്ടത്തിൽ ചേരാത്തവനാണ്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിന് പകരം, അതിൽ തൻ്റെ വാശി കാണിക്കുന്നതിന് പകരം നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമുദായ മക്കളാണ് നമുക്ക് കാണാൻ പറ്റുക. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിന് എന്ത് തന്നെ പറ്റൂല എന്ന് വേണ്ട, അതിനോട് കോംപ്രമൈസ് ആകുന്ന ഒരു ചിത്രം സമുദായ മക്കളിൽ നിന്ന് നമുക്ക് കാണുവാൻ പറ്റും. തൗഹീദിന്റെ കണിശത അത് പാലിച്ചാൽ കുഴപ്പക്കാരനായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോ ഇന്ന് തൗഹീദ് പറയണ്ട, തൗഹീദ് സ്വീകരിക്കണ്ട, സമൂഹത്തിലുള്ള എല്ലാറ്റിൻ്റെ കൂടെയും സഞ്ചരിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്തായി, മുസ്ലിമീങ്ങളായി ഇന്നത്തെ ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. സുന്നത്തിൻ്റെ കണിശത അത് ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുമ്പോൾ അത് അനുഷ്ഠാന തീവ്രതയാണ്. താടി വളർത്തുന്നത്, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുക്കുന്നത്, സുന്നത്ത് നമസ്കരിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, ഇതൊക്കെ
അനുഷ്ഠാനങ്ങളിലുള്ള തീവ്രതയായി കാണുമ്പോൾ ശരി എങ്കിൽ ഞാനില്ലെന്നുള്ള ഒരു കോംപ്രമൈസിലേക്ക് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇസ്ലാമികമായ വേഷത്തിൽ നിഷ്ഠ പാലിച്ചാൽ അത് തീവ്രതയുടെ അടയാളമായി ചിത്രീകരിക്കുന്നു. സഹോദരിമാർ പർദ്ദ ധരിക്കുന്നത്, ഇസ്ലാമികമായ വേഷത്തിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് ഇത് തീവ്രവാദമാണ്, തീവ്രതയുടെ ലക്ഷണമാണ് എന്ന് അടയാളമായി ചിത്രീകരിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഇതിലേക്കൊക്കെ സ്വന്തമായി കുടുംബസമേതം അതിലേക്ക് ഒഴുകിച്ചേരാനാണ് ഇന്ന് ആളുകൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം ഉറക്കെ പറയുന്ന തക്ബീർ നാം അന്വർത്ഥമാക്കുന്നില്ലെന്ന തിരിച്ചറിവുണ്ടാവേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ആ വാക്കുച്ചരിക്കുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. ഞാൻ കോംപ്രമൈസ് ആകുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് മുമ്പിൽ മാത്രമായിരിക്കുമെന്നും അല്ലാത്തിരുന്നൊന്നും എൻ്റെ ജീവിതത്തോട് ഞാൻ സമരസപ്പെടുകയില്ലെന്ന തീരുമാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ ഓരോ വിശ്വാസിയും കൈക്കൊള്ളേണ്ടത്. സഹോദരങ്ങളെ, ഒരാൾ നിർഭയനാകുന്നത് ശിർക്കിൽ നിന്ന് മുക്തനാകുമ്പോഴാണ്. ഒരാൾ സമാധാനമുള്ളവനാകുന്നത് അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെടുമ്പോഴാണ്. ഒരാൾ സമാധാന ചിത്തനായി തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരാൾ നേർമാർഗം പ്രാപിക്കുന്നത് വിശ്വാസത്തിൽ അജയ്യമായി നിലകൊള്ളുമ്പോഴാണ്. സകല ദിക്കുകളിൽ നിന്നും പ്രലോഭനങ്ങളും ക്രൂരതകളും കടന്നു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹി, എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു. ആർക്ക് നേരെ? ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ള റഹ്മാനായ റബ്ബിന് നേരെ ഞാനിതാ മുഖം തിരിച്ചിരിക്കുന്നു. ഹനീഫൻ ഹനീഫൻ ഹനീഫൻ, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, നേർമാർഗത്തിൽ ചരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനെ അല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരവും ബഹുദൈവത്വവും ഒന്നിച്ചു ചേർന്ന് ഭരണാധികാരിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരാടിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അധികാരമുണ്ടായിരുന്നു, ബഹുദൈവത്വമുണ്ടായിരുന്നു, ഒന്നിച്ചു ചേർന്നൊരു ഭരണാധികാരിയോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരാടിയത്. നാം ജീവിക്കുന്ന കാലഘട്ടവും അതിന് തുല്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യാതൊരു ഭയവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്കുണ്ടായില്ല. അചഞ്ചലമായ തൗഹീദിലുള്ള വിശ്വാസമാണ് അതിന് കാരണമായി തീർന്നത്. ആ ജനത ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി തർക്കിച്ചിട്ടുണ്ട്. ആ തർക്കിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. വഹാജഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ച സന്ദർഭമുണ്ട്. കാല അതുഹാജൂനി ഫില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. വഖദ് ഹദാനി, അവനാണ് എനിക്ക് നേർമാർഗം നൽകിയത്. വല അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ല അൻ യശാ റബ്ബി ശൈആ, എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, സർവ്വതിനെയും വ്യാപിച്ചു നിൽക്കുന്ന സമ്പൂർണമായ അറിവിൻ്റെ ഉടമയാണ് എൻ്റെ റബ്ബ്. അഫലാ തതദക്കറൂൻ, അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ജനതയോട് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ചോദ്യമാണ് ഈ സമൂഹത്തോട് നമുക്ക് ചോദിക്കുവാനുള്ളത്. മുസ്ലിം സമൂഹത്തെ ഇന്ന് പലരും മത്സരിച്ച് അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നാടിറങ്ങിയ വന്യജീവികളെ ഭയക്കുന്നത് പോലെ ഭയക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന പ്രതീതിയാണ് ഇന്ന് സമൂഹത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ എന്തോ നികൃഷ്ട ജീവികളെ പോലെയാണ്. അവർ പെറ്റുകൂട്ടുന്നവരാണ്, രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരാണ്, അവർ മറ്റു സമുദായത്തിൻ്റെ അവകാശം തട്ടിയെടുക്കുന്നവരാണ്, അവർ മന്ത്രിമാരാകുന്നു, വലിയ പേടിയാണ്, അവർ എംപിമാരാകുന്നു, അതുപോലും പേടിക്കുന്ന, അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വന്യജീവിയെപ്പോലെ മുസ്ലിമീങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് ചെയ്യുവാനുള്ളത് തൗഹീദിൽ ഉറച്ച വക്താക്കളാവുക എന്നതാണ്.
തൗഹീദിന്റെ ഉറച്ച വക്താക്കളാവുക, വൈകാരികമായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വെടിയുക എന്നുള്ളതാണ്. മറ്റു മതവിശ്വാസികളോട് മാന്യതയോടുകൂടി പെരുമാറുക എന്നതാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് ഒരു വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണം. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്രാവശ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് നമ്മൾ അറിയണം. കാരണം എന്തേ? അഹങ്കാരികൾക്ക് ശക്തമായ പ്രഹരമാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി വിലയിരുത്തിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഇന്ത്യയുടെ ആമാശയത്തിൽ വർഗീയത ദഹിക്കുകയില്ലെന്ന് നാം ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേരളത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, കേരളത്തിലും വർഗീയ വിഭജനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വർഗീയ വിഭജനങ്ങൾക്ക് ശ്രമം നടക്കുന്നുണ്ട്. ഈഴവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലടുപ്പിക്കാനും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലും തെറ്റിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആ കെണിയിൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും അകപ്പെട്ടുകൂടാ. കാരണം എന്താണെന്നറിയോ? നേതാക്കന്മാർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകും. അവർക്ക് വർഗീയത പറയുമ്പോൾ അണികൾക്ക് അവരെ തിരുത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അവർ വർഗീയത പറയുന്നത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളം ഒരു ഉത്തരേന്ത്യയല്ല. ഉത്തരേന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവർ മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും ക്രൈസ്തവർ ഒരു ഭാഗത്തും ഹൈന്ദവർ നമ്മുടെ സഹോദരങ്ങൾ മറ്റൊരു ഭാഗത്തുമാണ് ഉണ്ടാവുക. എന്നാൽ നമ്മളെ നാട്ടിലെങ്ങനെ? ഒന്നിച്ചാണ് നമ്മൾ ജീവിക്കുക. ഇവിടെയെങ്ങാനും തീ പിടിച്ചാൽ എല്ലാവരും കത്തിച്ചാമ്പലാകും. തിരിച്ചറിയണം നമ്മൾ. ഇവിടെയെങ്ങാനും ബോംബ് പൊട്ടിയാൽ എല്ലാവരുടെ വീടും തകർന്നു പോകും. ഇവിടെയെങ്ങാനും തെരുവുകളിൽ കലാപങ്ങൾ ഉണ്ടായാൽ, വർഗീയത അഴിഞ്ഞാടിയാൽ എല്ലാവരുടെയും കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരും. ഇവിടെയെങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാൽ എല്ലാവരുടെ ഉപജീവനവും നഷ്ടമാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയെങ്ങാനും അസമാധാനത്തിന് തിരികൊളുത്തിയാൽ എല്ലാവരുടെ മക്കളുടെയും വിദ്യാഭ്യാസം മുടങ്ങും. മനസ്സിലാക്കണം നമ്മൾ. അത് ഉത്തരേന്ത്യയെ പോലെയല്ല. ഉത്തരേന്ത്യയിൽ ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാമാവശേഷമാകുന്നത് നമ്മുടെ സൗഹൃദവും നമ്മുടെ സ്നേഹവും നമ്മൾ തമ്മിലുള്ള ബന്ധവുമാണ് എന്ന് എല്ലാ മതസ്ഥരും മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്നർത്ഥം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് സ്വാർത്ഥമായ മോഹങ്ങൾ നേടാൻ ഉണ്ടായേക്കാം. അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ സാധാരണക്കാരായ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വഴിയാധാരമാകുന്ന തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് കേരളം ഒരിക്കലും വർഗീയതയ്ക്ക് വളം വെച്ചുകൂടാ. അത് വളം വെക്കാതിരിക്കുവാനുള്ള മുന്നൊരുക്കത്തിന് മുസ്ലിമീങ്ങളായി നമ്മൾ നേതൃത്വം കൊടുക്കണം എന്നതാണ് ഈ ഒരു സമയത്ത് ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി നാം ഉൾക്കൊള്ളേണ്ടത്. സഹോദരങ്ങളെ, സ്വാർത്ഥ താല്പര്യങ്ങൾ ത്യജിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇന്ന് നാം നിർവഹിക്കുന്ന ബലികർമ്മം. ആ ബലികർമ്മത്തിനൊരു പ്രത്യേകതയുണ്ട്. നാം കേവലം ഒരു മൃഗത്തെയല്ല ബലിയറുക്കുന്നത്, മറിച്ച് നാം അള്ളാഹുവിനോട് കരാർ ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബിനോട് വാക്ക് പറയുകയാണ്, നാഥാ, എൻ്റെ ഇച്ഛകളെ ഞാനിതാ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ മാറ്റിവെക്കുന്നു. എൻ്റെ അതിമോഹത്തെയാണ് അറുത്തു കളയുന്നത്. നാഥാ, എൻ്റെ ആർഭാട ജീവിതത്തെ ഞാനിത് അവസാനിപ്പിക്കുന്നു. നാഥാ, അഹങ്കാരത്തെയാണ് ഞാൻ ബലി കൊടുക്കുന്നത്. എൻ്റെ അസൂയയാണ് ഞാൻ ബലി കൊടുക്കുന്നത്. വിദ്വേഷത്തെയാണ് ബലി കൊടുക്കുന്നത്. അള്ളാഹുവേ, എൻ്റെ ബലി എന്ന് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ സമയത്തുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം എടുത്തിട്ടുള്ള ഈ ത്യാഗത്തെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നിൻ്റെ ദിനത്തിൽ നാം ശ്രദ്ധിക്കുക, നാം ശ്രദ്ധയോട് കൂടി നടത്തേണ്ടുന്ന കാര്യങ്ങൾ. ഒന്നാമതായി നാം ബലിക്ക് സാക്ഷികളാവണം. അതിനാണ് നേരത്തെ നാം പള്ളികളിലേക്ക് ഒരുമിച്ച് കൂടിയത്. ഇനി അയ്യാമത്തെ ശരീക്കിൻ്റെ അസ്ർ വരെ തക്ബീർ ചൊല്ലുന്നവരായിരിക്കണം. നാം മറന്നുകൂടാ. പെരുന്നാളിൻ്റെ ആഘോഷത്തിനിടയിൽ നാം മനസ്സുകൊണ്ട് നെഞ്ചേറ്റിയ തക്ബീറിന് നാം മറന്നുകൂടാ. അയ്യാമത്തെ ശരീക്കിൻ്റെ അസ്ർ വരെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഉച്ചൈസ്തരം ഉറക്കെ മനസ്സിൽ ദൃഢമായ ബോധ്യത്തോടു കൂടി നാം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നമ്മിൽ നിന്ന് സഹോദരങ്ങൾ ധാരാളമായി മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരുടെ കർമ്മങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് നമ്മിലേക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ജീവിതത്തിൽ നാം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഇന്നിൻ്റെ കാലത്തിൻ്റെ ഏറ്റവും വലിയ ജിഹാദ് ഈ ബലിദിനത്തിൽ
ജീവിതത്തിൽ നാം ഓർത്തെടുക്കണം. അള്ളാഹുവിൻ്റെ പവിത്രമായ ദീനുൽ ഇസ്ലാം, അജയ്യമായ ദീനുൽ ഇസ്ലാം എൻ്റെ നാവിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ കർമ്മങ്ങളിലൂടെ, എൻ്റെ വിശ്വാസത്തിലൂടെ, എൻ്റെ കുടുംബ ജീവിതത്തിലൂടെ, എൻ്റെ കച്ചവടത്തിലൂടെ, എൻ്റെ സാമൂഹ്യ ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് മാതൃകയായി ഞാൻ ജീവിക്കും. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടായിരിക്കണം നാം ഇവിടെ നിന്ന് പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ കഴിയാത്തവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, മക്കൾ, ഭർത്താക്കന്മാർ, എല്ലാവരും ഇവർ ഖബറിടങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകി കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന പ്രാർത്ഥനകളാണ് അള്ളാഹു സ്വീകരിക്കുന്ന നല്ല കർമ്മമെന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ, ഇസ്സത്ത് നൽകുമാറാവട്ടെ, ഇസ്സത്ത് നൽകുമാറാവട്ടെ. അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് റഹ്മാനായ റബ്ബ് അവരെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ നമ്മെ പോലെ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടി, സഹിഷ്ണുതയോടു കൂടി, സ്നേഹത്തോടു കൂടി ജീവിക്കുവാനും നമ്മെ ഉൾക്കൊള്ളുവാനും അവരെ നമുക്ക് ഉൾക്കൊള്ളുവാനുമുള്ള വിശാലമായ മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.